മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 29/4/1983 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അനിഴമാണ് നക്ഷത്രം. അനിഴം 3-ാം പാദം. ചിങ്ങലഗ്നം. 2 ശൂന്യം. 3-ൽ ശനി. 4-ൽ ചന്ദ്രൻ. വ്യാഴം. 5-ൽ കേതു. 6, 7, 8 ഭാവങ്ങൾ ശൂന്യം. 9-ൽ സൂര്യൻ കുജൻ. 10-ൽ ബുധൻ ശുക്രൻ ഗുളികൻ. 11-ൽ രാഹു. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. ഈ ഗ്രഹനിലയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അനിഴം ആണ് നക്ഷത്രം. ചന്ദ്രൻ നീചനാണ്. ചന്ദ്രന് നീചം സംഭവിക്കുന്ന നക്ഷത്രവും കൂടിയാണ് അനിഴം. എന്ന് വെച്ചാൽ ഇമോഷണൽ ബാലൻസിങ് ഇത്തരക്കാർക്ക് ചിലപ്പോൾ പലപ്പോഴും കറക്റ്റ് ആയിരിക്കില്ല. ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പൊട്ടിത്തെറിക്കുകയും ചെറിയ കാര്യങ്ങളിൽ ഒരുപാടങ്ങ് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം അനിഴംകാർക്ക് സാധാരണ സഹജമായി കാണാറുണ്ട്. അത് ഈ ചന്ദ്രൻ, മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ നീചനായി നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇമോഷണൽ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ തീർത്തും ഏതൊരു ഗ്രഹനിലയിലും നടത്താൻ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ശേഷി ഉള്ള ഗ്രഹവും ചന്ദ്രനാണ്. ഇവിടെ ചന്ദ്രൻ വ്യാഴത്തോടൊത്താണ് നിൽക്കുന്നത്. ഗജകേസരി യോഗം തന്നെയാണത്. വളരെ നല്ലതുമാണ്. പക്ഷേ ആ നീചത്വം കഴിഞ്ഞിട്ടുള്ള ഫലമാണ് ഇവിടെ അത് ചെയ്യുക, പ്രത്യേകിച്ചും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ ലഗ്നാൽ 5-ൽ കേതു ഉണ്ട്. കേതു 5-ൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ രാഹുവിൻ്റെ 7ാമത്തെ ദൃഷ്ടിയും കേതുവിലേക്ക് വരും. ഇവിടെ രാഹു നിൽക്കുന്നത് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയിലാണ്. ഗുളികൻ തൻ്റെ 2ാമത്തെ ദൃഷ്ടി രാഹുവിലേക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ പ്രസ്തുത രാഹുവാണ് ലഗ്നാൽ 5-ലേക്ക് തൻ്റെ 7ാം ദൃഷ്ടി നടത്തുന്നത്. മനസ്സിൻ്റെ സ്ഥാനം കൂടിയാണ് 5. സന്താന സ്ഥാനവും 5 തന്നെയാണ്. അപ്പോൾ ലഗ്നാൽ 5-ലൊക്കെ കേതു രാഹുവിൻ്റെ ദൃഷ്ടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിനെ ഏതെങ്കിലും രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ സ്വയം ചിന്തിച്ച് കൂട്ടുകയോ അതല്ല എങ്കിൽ അത്തരം സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരികയോ ഇത്തരക്കാർക്ക് സഹജമായിട്ട് സംഭവിച്ച് കാണാറുണ്ട്. അപ്പോൾ അതിലെല്ലാം ടെൻഷൻ അടിക്കുന്ന, അതിലെല്ലാം ഇറിറ്റേറ്റഡ് ആവുന്ന, അതിലെല്ലാം ഒരുമാതിരി നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരവസ്ഥ, മൈൻഡ് എപ്പോഴും നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പേരങ്ങനെ വിളിക്കാറുണ്ട്. എപ്പോഴും നെഗറ്റീവായി ചിന്തകൾ വരുന്നു. അത് ഈ ലഗ്നാൽ 5 എന്ന് പറയുന്ന മനസ്സിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മോശമായിട്ട് ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് രാഹു കേതു പോലെയുള്ള ഛായാഗ്രഹങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിനൊരു സ്വസ്ഥത സ്വയം തന്നെ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി അതിനെ കാട് കയറി ചിന്തിച്ച് സ്വന്തമായി ഇറിറ്റേഷൻ ഏറ്റുവാങ്ങുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. ഇവിടെ അത് ചന്ദ്രൻ നീചനുമാണ്. വ്യാഴമുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് മനസ്സിനെ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു ശ്രമം ഇത്തരം ആളുകളിൽ നിർബന്ധമായും കാണേണ്ടതാണ്. എന്നാൽ മാത്രമേ ആ ലൂപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന്, മനസ്സിൻ്റെ ഒരു ലൂപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് സാരം. ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ വിവാഹസ്ഥാനം 7 ഏതൊരാളുടെയും 7ാം ഭാവാധിപൻ ശനി ഉച്ചനായിട്ട് നിൽക്കുന്നു. വളരെ നല്ലതാണ്. പക്ഷേ ഇത്തരം ആളുകൾ കല്യാണം കഴിക്കുന്ന, വിവാഹം കഴിക്കുന്ന പാർട്ട്ണർ എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ കട്ടി സ്വഭാവം, ഒരു നിലപാടെടുത്താൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ അല്പം കട്ടി സ്വഭാവം കാണിക്കുക പോലെയുള്ള ശീലങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് ഇത്തരം പാറ്റേണിൽ വരുന്ന ഗ്രഹനിലകളുമായി ചേർത്ത് കഴിയുമ്പോൾ ഇവർക്കത് വലിയ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാം. അതിനനുസരിച്ച് മനസ്സ് അസ്വസ്ഥപ്പെടുകയും ചെയ്യാം. പ്രത്യേകിച്ച് ചിങ്ങലഗ്നം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ, ഒരുപാട് പോസിബിലിറ്റീസ്, പ്രത്യേകതകളുള്ള ഒരു ലഗ്നം തന്നെയാണ് ചിങ്ങം. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്തരക്കാർക്ക് നേതൃപാടവം വളരെ കൂടുതലായിരിക്കും. മുൻകോപം അല്പം ഉണ്ടാകും. പ്രത്യേകിച്ച് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഉച്ചനായിട്ട് നിൽക്കുന്നു. അവിടെ കുജൻ, ശക്തനായ കുജൻ സ്വന്തം ക്ഷേത്രത്തിൽ തന്നെ 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഇത് രണ്ടും ദേഷ്യം, മുൻകോപം, പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ സംസാരിക്കുക, പെരുമാറുക പോലെയുള്ള അനുഭവങ്ങൾ ഇത്തരക്കാർക്ക് ധാരാളമായിട്ട് കാണാറുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കോമ്പിനേഷനാണ് സൂര്യൻ കുജൻ, അതേപോലെ തന്നെ സൂര്യൻ ശനി. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കോമ്പിനേഷൻസ് തന്നെയാണ് ഗ്രഹങ്ങളുടെ. അവിടേക്ക് 10-ൽ നിൽക്കുന്ന ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് സ്വയം
ആ വ്യക്തി തന്നെ ചിന്തിക്കുന്നതിന് കാരണമാകും. കാരണങ്ങളൊന്നുമില്ലാതെ ചിന്തിക്കുകയും അതിനനുസരിച്ച് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാലും അതിനനുസരിച്ച് മുൻകോപം വർദ്ധിക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, തർക്ക സ്വഭാവം കൂടിയിരിക്കാം. പ്രത്യേകിച്ച് ചിങ്ങലഗ്നക്കാരുമായിട്ട് തർക്കിക്കാൻ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഇവർ തർക്കിച്ചു കഴിഞ്ഞാൽ തർക്കം വിടില്ല, ജയിക്കുന്നത് വരെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം. പ്രത്യേകിച്ച് ലഗ്നാധിപനായിട്ട് സൂര്യൻ വരികയും അത് കുജൻ പോലെയുള്ള ശക്തനായിട്ടുള്ള ഗ്രഹവുമായി ഒന്നിച്ച് നിൽക്കുകയും അവിടെ ഗുളികൻ്റെ സാന്നിധ്യം കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ തർക്ക സ്വഭാവം ഏറിയിരിക്കും. ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അത് മാത്രമേ കേൾക്കാവൂ എന്ന് പറയുന്ന ഒരു കമാൻഡിങ് രീതി ഇത്തരക്കാർക്ക് ധാരാളമായിട്ട് കാണാം. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സ്വഭാവവും കൂടാണ്. എല്ലായിടത്തും എല്ലാ സമയത്തും എല്ലാവരോടുമായും തർക്കിച്ച് ജയിക്കാനാവില്ല. ഇതൊരു പൊതു തത്വമാണ്, ഗ്രഹനിലകൾക്കും ജ്യോതിഷത്തിനുമൊക്കെ ഉപരിയായിട്ടുള്ള. അപ്പോൾ അത് ശ്രദ്ധിച്ച് ആവശ്യമുള്ളിടത്ത് തർക്കം ഉന്നയിക്കുക, ആവശ്യമില്ലാത്തിടത്ത് അനാവശ്യമായിട്ട് തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുക. അതാണ് ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10 മാളവ്യ യോഗം കൊടുത്ത് ശുക്രൻ നിൽക്കുന്നു, ഒപ്പം സുഹൃത്തായിട്ടുള്ള ബുധൻ നിൽക്കുന്നു. പക്ഷേ അത് ഗുളികനോടൊത്താണ് നിൽക്കുന്നത്. മാളവ്യ യോഗത്തിൻ്റെ പവറിനെ, ശക്തിയെ, ശേഷിയെ, കുത്തനെ കുറയ്ക്കാൻ ഗുളികനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഗുളികനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. മാളവ്യ യോഗം ചില ആളുകളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, മാളവ്യ യോഗമുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാളവ്യ യോഗം ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം അറിയുക, സ്പെസിഫിക്കായി തന്നെ അറിയുക. ഇത്തരം ഗുളികനോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ വിവാഹകാരക ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്നതിന് ഗുളികൻ അവിടെ കാരണക്കാരൻ തന്നെയാണ്. അപ്പോൾ ഗുളികൻ്റെ പിടുത്തം കഴിഞ്ഞിട്ടുള്ള ഗുണം മാത്രമേ, പ്രത്യേകിച്ചും ശുക്രദശയാണ് എന്നിട്ട് കൂടി അവിടെ തർക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഗുളികൻ അവിടെ കൃത്യമായിട്ട് അതിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലിക്ക് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് ശുക്രൻ അവിടെ ചെയ്യാനും സാധിക്കുക. അതേപോലെ തന്നെ ബുധൻ അറിവിൻ്റെ കാരകനാണ്. അറിവിൻ്റെ കാരകനോടൊത്തും ഗുളികൻ നിൽക്കുന്നു. ഇത് രാഹുവിൻ്റെ ദൃഷ്ടിയിലുമാണ്. അപ്പോൾ അറിവിനെ, ചിന്താശേഷിയെ, ബുദ്ധിശേഷിയെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബാധിക്കാം. എന്ന് വെച്ചാൽ ചിന്തിക്കാത്ത കാര്യങ്ങളെ കണ്ട് പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നുവെച്ചാൽ നെഗറ്റീവായി കാര്യങ്ങളെ കാണാം, അനാവശ്യമായി തർക്കങ്ങൾ ഉന്നയിക്കാം. ഇതെല്ലാം തന്നെ ഒരാൾ ചെയ്യുന്നത് തോട്ട് പ്രോസസ്സിൽ വേരിയേഷൻസ്, മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ്. കൃത്യമായി ചിന്ത എത്തേണ്ട ഇടത്ത് ചിന്ത എത്താതിരിക്കുകയും എത്തേണ്ടാത്ത ഇടത്ത് എത്തുകയും ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നു. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. 11ലാണ് രാഹു നിൽക്കുന്നത്. പൊതുവേ രാഹു 11ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ കൊടുക്കുന്നതായി കാണാറുണ്ട് ഒരുപാട് പേർക്ക്. പക്ഷേ രാഹു ആയതുകൊണ്ട് ഇല്യൂഷൻസ് ആണ് രാഹു. നമുക്ക് ഉറപ്പിച്ച് ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയുക ഒരിക്കലും സാധ്യമല്ല. അസംഭവ്യമായതിനെ സംഭവിക്കാനും സംഭവിക്കുമെന്ന് ഉറപ്പുള്ളതിനെ ഒരിക്കലും നടക്കാത്ത രീതിയിലാക്കി വയ്ക്കാനും രാഹുവിന് നിഷ്പ്രയാസം സാധിക്കും. അത് രാഹുദശ, രാഹുവിൻ്റെ അപഹാരമൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. രാഹുവിനൊക്കെ ആക്ടിവേറ്റ് ആക്കിയെടുക്കാൻ അതിൻ്റേതായിട്ടുള്ള മെത്തേഡുണ്ട്, വളരെ ലളിതമായിട്ടുള്ള രീതികളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ രാഹു വാനോളം ഉയർത്തുകയും ചെയ്യും, വേണ്ടുവോളം കൊടുക്കുകയും ചെയ്യും. ഇതാണ് രാഹു. അപ്പോൾ അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിക്കനുസരിച്ചിരിക്കും രാഹുവിൻ്റെയൊക്കെ പ്രവർത്തനം, ശനിയുടെയൊക്കെ പ്രവർത്തനം. കർമാധിപനാണ് ശനി. പ്രത്യേകിച്ചും 3ലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ മുടി വെച്ച് വാഴും എന്ന് പഴയ ആളുകളൊരു ചൊല്ലായി പറയാറുണ്ട്. 3ലൊക്കെ ശനി നിന്നിട്ട് ധാരാളം വലിയ രീതിയിൽ ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഇവിടെ 7ാം ഭാവാധിപത്യം വഹിക്കുന്ന ശനി ഉച്ചനായി നിൽക്കുന്നു. എന്നാൽ വിവാഹ സ്ഥാനത്തിൻ്റെ അധിപനാണ് ശനി. ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ കുജനും സൂര്യനും 3, 3, 6, 7 വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണത്. ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എങ്കിൽ ഡിവോഴ്സ് വരെ സംഭവിക്കാൻ ഈ ഒരൊറ്റ കാരണം തന്നെ ധാരാളമാണ്. വിവാഹകാരക ഗ്രഹം 10ൽ നിൽക്കുന്നു. അവിടെ രാഹുവിൻ്റെ ദൃഷ്ടി ഗുളികൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നു. 7ാം ഭാവാധിപത്യം വഹിച്ച് ശനി ഉച്ചനായി നിൽക്കുന്നു. അവിടേക്ക് പ്രധാന ശത്രു സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു. ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയിട്ടാണ് സൂര്യൻ കുജൻ നിൽക്കുന്നത്. അതിൽ കുജനും ശനിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഗ്നി മാരുത യോഗം എന്ന് തന്നെ പറയാം. അഗ്നി മാരുതൻ, തീയും കാറ്റും, കുജൻ ശനി ഒരുമിച്ചൊരു രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അതാണ് അഗ്നിമാരുത യോഗം. ഇത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്, ഒരുമിച്ചല്ല നിൽക്കുന്നത്. എന്നാൽ ദൃഷ്ടി വരികയും ചെയ്യുന്നു. പരസ്പരം ദൃഷ്ടിയാണ്.
അപ്പോൾ ഈ ഒരു കാരണം വളരെ ചിന്തിച്ച് മാത്രം വിവാഹം എന്ന് പറയുന്ന കാര്യം, വിവാഹശേഷമുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്വതയും പാകതയും ക്ഷമയും, പ്രത്യേകിച്ച് ഈ ചിങ്ങലഗ്നക്കാർക്ക് ഏറ്റവും ക്ഷാമമുള്ള ഒരു കാര്യമാണ് ക്ഷമ. എടുത്തടിച്ച പോലെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എടുത്തടിച്ച പോലെ മറുപടി പറയുന്നതിനും ചിന്തകൾ ഓടുന്നതിനും ചിങ്ങലഗ്നക്കാർ അതിവിദഗ്ധരാണ്. അത് നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ ഗുണവും, അതല്ല വെറുതെ തർക്കം ഉന്നയിക്കാനാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മനസ്സ് ഇറിറ്റേറ്റഡ് ആവുകയോ അതല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടോ വരാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അനിഴമാണ് നക്ഷത്രം, ശനിദശയിൽ ജനിച്ചു 91 വരെ ശനി, അതിനുശേഷം ബുധൻ, അതിനുശേഷം കേതു. ബുധൻ 2008 വരെ, ശേഷം കേതു 2015 വരെ, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ 2035 വരെ, ശേഷം സൂര്യൻ 2041 വരെ, ശേഷം ചന്ദ്രൻ 10 കൊല്ലം 2051 വരെ, അതിനുശേഷം കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശുക്രനിൽ ഗുരുവിൻ്റെ അപഹാരമാണ് 2/9/2025 മുതൽ 3/5/2028 വരെ. അപ്പോൾ ഈ അപഹാരമൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന അപഹാരം എന്ന് പറയുന്നത് രാഹു കഴിഞ്ഞ് വ്യാഴം കഴിഞ്ഞ് ശനിയുടെ അപഹാരം വരും. ശനി 7ാം ഭാവാധിപൻ, ഉച്ചൻ, സൂര്യൻ്റെയും കുജൻ്റെയും ദൃഷ്ടി, ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ഗുളികനാകട്ടെ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഈ 3/5/2028 ശേഷം ഈ വ്യക്തിക്ക് വരാനിരിക്കുന്നത്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടല്ല പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, കൃത്യമായിട്ട് ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങൾ, അതുപോലെ തന്നെ വ്യക്തിപരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്ത് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ശനിയുടെ അപഹാരത്തെ നേരിടാൻ പറ്റും. ശനിയിലേക്ക് സൂര്യൻ കുജൻ ദൃഷ്ടി വരുന്നു എന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു നെഗറ്റീവ് റീസൺ തന്നെയാണ്. അത്തരം സമയത്തെ അഭിമുഖീകരിക്കുക, പ്രത്യേകിച്ചും വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ വളരെ മനസംയമനത്തോടെ, ജാഗ്രതയോടെ, ശ്രദ്ധയോടെ പരിഹാരങ്ങളൊക്കെ എടുത്ത് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചിട്ടവട്ടത്തോടെ ചെയ്ത് തന്നെ വേണം പോകാനായിട്ട്. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.